വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. പ്രതീക്ഷിച്ച പോലെ ശ്രീലങ്ക ഇന്ത്യ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് തന്നെ നീങ്ങുന്നു. ഇനി ഒരു ദിനം മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ത്യക്ക് വിജയത്തിലേക്കുള്ള ദൂരം 6 വിക്കറ്റുകൾ മാത്രമാണ്. ശ്രീലങ്കയ്ക്ക് 288 റൺസ് ദൂരവുമാണ് വിജയത്തിലേക്കുള്ളത്. ഇന്ത്യ നേടിയ ആദ്യ ഇന്നിംഗ്സിലെ 462 റൺസിന് മറുപടിയായി ശ്രീലങ്കയ്ക്ക് നേടാനായത് ആദ്യ ഇന്നിംഗ്സിൽ 284 റൺസായിരുന്നു. 178 റൺസ് ലീഡ് നേടിക്കൊണ്ട് ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ എത്രയും വേഗം സ്കോർ ചെയ്തുകൊണ്ട് ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. രണ്ടാം ഇന്നിംഗ്സിന് ഇന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 48.5 ഓവറിൽ നേടിയെടുത്തത് 193 റൺസാണ്. അതിവേഗത്തിൽ സ്കോർ ചലിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യൻ വിക്കറ്റുകൾ ഓരോന്നായി കടപുഴകി വീണു. വേഗതയിലുള്ള സ്കോർ ലക്ഷ്യം വെച്ച് ബാറ്റേന്ത്യയിൽ ഇന്ന് വിജയം വരിച്ചത് KL രാഹുലും ദേവ്ദത്ത് പടിക്കലും ഋഷഭ് പന്തും മാത്രമായിരുന്നു. KL രാഹുൽ 35 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഋഷഭ് പന്ത് 69 പന്തുകളിൽ ഏകദിന ശൈലിയിൽ 66 റൺസ് എടുത്ത് പുറത്തായി. ദേവ്ദത്ത് പടിക്കൽ ഇന്നും മികച്ച ഫോമിലായിരുന്നു. 44 റൺസാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയെടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയതടക്കം ഈ ഒരൊറ്റ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 212ഓളം റൺസ് നേടിക്കഴിഞ്ഞു ദേവ്ദത്ത് പടിക്കൽ. രഞ്ജി ട്രോഫിയിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും മിന്നും ഫോമിൽ കളിച്ച താരം ടെസ്റ്റ് പരമ്പരയ്ക്കെത്തി ആദ്യ ടെസ്റ്റിൽ തന്നെ അത്യുജ്വല ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത്. എന്നാൽ മറ്റാർക്കും തന്നെ വേണ്ടത്ര ശോഭിക്കാനായില്ല. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വീണ്ടും നിരാശപ്പെടുത്തി. ആദ്യ ഇന്നിംഗ്സിൽ 16 റൺസ് എടുത്ത് പുറത്തായെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ 8 റൺസ് മാത്രമാണ് ഗില്ലിന് നേടാനായത്. ശ്രീലങ്കൻ ബൗളർമാർ വീഴ്ത്തിയ ഇന്ത്യയുടെ 10 വിക്കറ്റുകളിൽ 6 വിക്കറ്റുകളും ഇത്തവണ പേസ് ബൗളർമാരാണ് നേടിയത്. എങ്കിലും സ്പിന്നറായ പ്രഭാത് ജയസൂര്യ തന്നെയായിരുന്നു ഏറ്റവും അപകടകാരി. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ശ്രീലങ്കൻ സ്പിന്നർ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 3 മുൻനിര വിക്കറ്റുകളാണ് നേടിയെടുത്തത്. പേസ് ബൗളർ അസിത ഫെർണാണ്ടോയും അത്യുജ്വല പ്രകടനമാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. 4 വിക്കറ്റുകൾ നേടിയെടുത്ത ഫെർണാണ്ടോ മികച്ച ഫോമിലായിരുന്നു. ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ മുന്നിലുണ്ടായിരുന്ന വിജയലക്ഷ്യം 372 ആണ്. എന്നാൽ 47 റൺസ് എടുക്കുമ്പോഴേക്ക് ശ്രീലങ്കയുടെ 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. നാലാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 എന്ന നിലയിലാണ്. ഇന്ത്യ വീഴ്ത്തിയ 4 വിക്കറ്റുകളിൽ 2 വിക്കറ്റുകൾ നേടിയത് മാനവ് സുതാറാണ്. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയിൽ നാശം വിതച്ച സ്പിന്നർ മാനവ് സുതാർ ഇത്തവണയും നാശം വിതച്ച് തുടങ്ങിയിട്ടുണ്ട്. ശേഷിക്കുന്ന 6 വിക്കറ്റുകൾ മാനവ് സുതാറിന്റെ കുത്തിത്തിരിയുന്ന പന്തുകൾക്ക് മുന്നിൽ കടപുഴകി വീഴും എന്നു തന്നെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ഓരോ വിക്കറ്റുകൾ നേടി. എന്നാൽ 47 റൺസിന് 4 വിക്കറ്റ് എന്നിടത്തു നിന്ന് നല്ലൊരു തിരിച്ചുവരവാണ് ശ്രീലങ്ക ധനഞ്ജയ ഡി സിൽവയിലൂടെയും സൊനാൽ ദിനുഷയിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൊനാൽ ദിനുഷ കഴിഞ്ഞ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ താരമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്ക് ഒരു പാർട്ണർഷിപ്പിൽ ഒട്ടേറെ പ്രതീക്ഷകളുണ്ട്. ഇരുവരും ചേർന്ന് 37 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇതുവരേക്കും പടുത്തുയർത്തിയത്. ഈ ഒരു പാർട്ണർഷിപ്പ് നാളെയും തുടർന്നാൽ ഇന്ത്യൻ ബൗളർമാർ അല്പം പാടുപെടേണ്ടി വരും എന്നതിൽ സംശയമില്ല. ആദ്യ ഇന്നിംഗ്സിലും ശ്രീലങ്ക തകർന്നു പോയതാണ്. 5 വിക്കറ്റിന് 90 എന്ന നിലയിലായിരുന്നു. അവിടുന്ന് സൊനാൽ ദിനുഷ തന്നെയാണ് ശ്രീലങ്കയെ കൈപ്പിടിച്ചുയർത്തിയത്. ആ ഒരു താരത്തെ എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ തന്നെയായിരിക്കും ഇന്ത്യൻ ബൗളർമാരുടെ ശ്രമങ്ങൾ മുഴുവനും. അതിന് ചുക്കാൻ പിടിക്കുന്നത് മാനവ് സുതാർ തന്നെയായിരിക്കും. തന്റെ രണ്ടാം ടെസ്റ്റ് മാത്രം കളിക്കുന്ന താരം അത്യുജ്വല ഫോമിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ 4ഉം രണ്ടാം ഇന്നിംഗ്സിൽ 2ഉം വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു. കൂട്ടായി സ്പിൻ ബൗളർമാരായ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയുമുണ്ട്. ഇന്ന് ദേവ്ദത്ത് പടിക്കലിന് വരെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് പന്തേൽപ്പിച്ചു. പക്ഷേ 5ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് വേർപിരിക്കാൻ ദേവ്ദത്ത് പടിക്കലിനെ കൊണ്ടുവന്നതുകൊണ്ടും ക്യാപ്റ്റന് സാധ്യമായില്ല. അവസാന ദിവസമായ നാളെ ശേഷിക്കുന്ന 6 വിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ ജയം ഉറപ്പിക്കാൻ തന്നെയായിരിക്കും ക്യാപ്റ്റനും കുട്ടരും ഇറങ്ങുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. 83 ഓവറുകളോളം ഇന്ന് എറിയാൻ കഴിഞ്ഞു. നാളെയും ഇതുപോലെ പൂർണ്ണമായും കളിക്കാൻ സാധ്യമായാൽ തീർച്ചയായിട്ടും ഈ ടെസ്റ്റിന് റിസൾട്ട് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാളത്തെ ദിനത്തിൽ ഒരു ആവേശത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധ്യമാവുക. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.